എൻ്റെ ഒരു ട്രെയിൻ യാത്രയുടെ ഇടയിൽ ഫ്രീ ടൈമിൽ സിനിമ കാണാൻ ഉം. ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം ഞാനിങ്ങനെ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ട്രെയിൻ ജേർണി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സിനിമ കാണാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഈ 1001 നുണകൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉം. വന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ആ അപ്പോൾ എന്താണ് ആ സിനിമയെ പറ്റിയിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. അപ്പം ഞാൻ ആ റിലീസ് ഡേയുടെ അന്നാണ് ഇത് കാണുന്നത്. ഞാൻ നേരെ വെറുതെ ഇരിക്കുമല്ലേ, ഞാൻ ആ ഉം. സിനിമയെ കാണാമെന്ന് പറഞ്ഞ് സിനിമ കണ്ട് തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റിൽ ആ സിനിമയിൽ നമ്മൾ ഹുക്കാവും. അതെ. ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടർ, അതും എല്ലാം പുതിയ ആൾക്കാർ. ഉം. എനിക്ക് തോന്നുന്നു വിഷ്ണു അഗസ്ത്യ വിഷ്ണു അഗസ്ത്യ. മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരാൾ അതിൻ്റെ അകത്ത് വന്നത്. ഷിൻസ്. ആ യാ അപ്പം ഞാനിത് കണ്ട് തുടങ്ങി. എനിക്ക് സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒറ്റയിരുപ്പിന് ഞങ്ങൾ ഈ സിനിമ, ഞാനും നവീൻ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഈ സിനിമ കണ്ട് തീർത്ത്. ഞാൻ ആദ്യം ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഈ താമര എന്നുള്ള പേര് അത്ര കോമൺ അല്ലാത്തതുകൊണ്ട് ആ. തപ്പിയെടുക്കാൻ എളുപ്പമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചു, ഞാനിങ്ങനെ ആസിഫാണ്, സിനിമ ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഫ്രീ ഉള്ളപ്പോൾ ഒന്ന് വിളിക്കണം എന്ന് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. ഉം. അങ്ങനെ ഒരു 15 മിനിറ്റിനുള്ളിൽ താമര എന്നെ വിളിച്ചു. ഞാൻ സിനിമയെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇവരെ കൊണ്ട് പെർഫോം ചെയ്ത രീതി, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, ഇതിൻ്റെ ഉം. എഡിറ്റ് എല്ലാം ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ താമരൻ്റെ അടുത്ത്, താമര ഇതുപോലെ എനിക്ക് പറ്റിയ എന്തെങ്കിലും സിനിമ താമരൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റിക്വസ്റ്റിലാണ് എനിക്ക് താമര എൻ്റെ അടുത്ത് പറഞ്ഞത്. ആക്ച്വലി 1001 നുണകൾക്ക് മുന്നേ താമര ആദ്യമായിട്ട് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു സർക്കിട്ട്. ഉം.